ജാസ്മിനോട് ആ പയ്യനൊരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്നും ജാസ്മിനെ എന്തുവാ വളയ്ക്കണം. ഈ പുള്ളിക്ക് എന്തിന്റെ പ്രശ്നമാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഈ പറയുന്ന വ്യക്തിയെ മാത്രം ഈവൻ ഈ ഒരു നിമിഷം വരെ ഞാനൊരു ഹായ് ബായ് പോലും ഞാൻ ഇടാത്തതെന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ ഞാൻ ഇത്രയും വെറുത്തൊരു മനുഷ്യനില്ല. ഞാൻ ഈ പയ്യനോട് പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സിന് താല്പര്യമുണ്ടോ? ജാസ്മിനെ പോസിറ്റീവ് പറഞ്ഞാൽ തള്ളയ്ക്കും തന്തയ്ക്കും മുത്തിക്കും വലിയ ഉറപ്പാ. നെഗറ്റീവ് ആയപ്പോൾ ആ വ്യൂവർഷിപ്പിലേക്ക് കൺവേർട്ട് ചെയ്തതാണോ അയാളുടെ യൂട്യൂബ്? എന്നെ കൊണ്ട് ഒരു പക്ഷേ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എത്ര ശ്രമിച്ചാലും എനിക്കത് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഉമ്മ എന്നൊക്കെ പറഞ്ഞാൽ പഞ്ചഭാവം സ്ത്രീയാണ് എൻ്റെ ഉമ്മയൊക്കെ. അപ്പം അവർക്കൊന്നും ഇതൊന്നും അത്രയും ഹാൻഡിൽ ചെയ്യാനുള്ള കരുത്തോ അതൊന്നുമില്ല. എനിക്ക് അറിഞ്ഞൂടെ എൻ്റെ ഉമ്മയൊക്കെ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്തെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഒരു പരിധി കഴിഞ്ഞപ്പോൾ എൻ്റെ അത്ത തന്നെ പോയി ചാവട്ടെ എന്നുള്ളൊരു സാധനം വരുന്നു. അല്ലെങ്കിൽ കുറെ എൻ്റെ അത്ത പറയുന്നു. ഞാൻ അകത്ത് വെച്ച് വിചാരിച്ചു എന്തോ ഉള്ള പഠിച്ചനെ പുറത്തിറങ്ങുമ്പോൾ എന്നെ തീപ്പന്തമായിട്ട് കത്തിക്കാൻ ആളെ വെക്കുന്നു, വെട്ടിക്കീറ ആളെ വെക്കുന്നത് ഞാൻ വിചാരിച്ചു. എന്ത് ജിൻഡോ ബ്രോ ചെയ്താലും അതിനെ ഒരു ഇതായിട്ട് എടുക്കുകയാണെങ്കിൽ അതൊരു മാസം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അതൊരു ഫൺ എന്നുള്ള രീതിയിലോ പോത്തുള്ളൂ എന്നുള്ളൊരു സാധനം അവിടെ എന്തായി. ശ്രീധുവിനോട് തന്നെ ഇഷ്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ അർത്ഥങ്ങളാണ്. നീ ഉദ്ദേശിച്ച ക്രഷ് എന്താ? അതായത് ഞാൻ ഉദ്ദേശിച്ച ക്രഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺവാണ്ടഡ് അല്ലായിരുന്നു, വാണ്ടഡ് ആയിരുന്നു. അത് നിനക്ക് അറിയാത്ത നിനക്ക് മനസ്സിലാവാതെ അയാളുടെ ഉള്ളിലുള്ളതാണ്. ശരിക്കും PR വർക്ക് ഉണ്ടായിരുന്നു ജാസ്മിൻ. അപ്പൊ അതെന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. ലാസ്റ്റ് എൻ്റെ അത്ത അവിടെ വന്ന് മണ്ണെണ്ണ ഒഴിക്കാൻ, തീ കത്തിക്കാൻ, ഇങ്ങനൊക്കെ ഇവരുടെ മൈൻഡ് പോയി. എന്താണ് ഇത്രയും വൾഗറായിട്ട് കണ്ടത്? എൻ്റെ കുഞ്ഞ് അനിയൻ അയച്ചു കൊടുക്കും ഈ വീഡിയോസ് ഇരുന്ന്, ഈ പറയുന്ന ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നെന്ന് പറയുന്ന ഈ പയ്യനിരുന്ന് ഈ കൊച്ചു ചെറുക്കൻ അയച്ചു കൊടുക്കും. ഈ കുറെ BGM കുത്തിക്കയറ്റി അതും കുത്തിക്കയറ്റി അത് കണ്ടു നോക്കണം ഇത് കണ്ടു നോക്കണം എന്ന് പറഞ്ഞ് സൈക്കോ ആണോ എന്തോ എനിക്കറിയാൻ പാടില്ല. നമ്മളിപ്പോൾ ഒരു മകളെന്ന രീതിയിൽ അഭിമാനം ഉണ്ടാക്കുന്നതൊക്കെ അപമാനം ഉണ്ടാക്കുന്നതാണല്ലോ നമുക്ക് വിഷമം വരുന്നത്. അവരെ അത്രയും സ്ട്രഗിൾ ചെയ്യിപ്പിച്ചത് അറിഞ്ഞോ അറിയാതോ ഞാനാണ്. ഇപ്പം ജാസ്മിന്റെ ഇന്ന സാധനമാണ് അവിടെ അത്രയും മോശമായിട്ട് ഞങ്ങൾ കണ്ടെന്ന് പറയാൻ എന്തെങ്കിലും അത്രയും കണ്ടിട്ടുണ്ടോ? ജാസ്മിന്റെ സാരി തുമ്പിൽ നടക്കുന്ന ഗബ്രി, ഇതാണ് ചിത്രീകരണം വന്നത്. ഇത് അകത്തുനിന്ന് വന്ന ചിത്രീകരണമാണ്. അവൻ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി, ഇങ്ങനെ ചൊറണ്ടിക്കൊണ്ടിരിക്കും, ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. ടെൻഷൻ കൂടുമ്പോഴേ ഇവൻ ഈ സാധനം ചെയ്യുന്നത്. എനിക്കും ടെൻഷൻ കൂടുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഞാൻ ഇവന്റെ കൈ പിടിച്ചിട്ട് ഞാൻ പോട്ടെ ഇതിനകത്തൊരു BGM ഇറക്കും. എന്നിട്ട് കണ്ടോ അവന്റെ ഇമാതിരിയുള്ള ലസ്റ്റിന് കൂട്ട് നിൽക്കുന്നു എന്നും പറഞ്ഞ് ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതാണ് ചെയ്യുന്നത്. ഈ പറയുന്ന ഈ ഇന്നർവെയർ എന്ന് പറയുന്ന സാധനം ഞാൻ എൻ്റെ ഡ്രസ്സിന് അകത്ത് വെച്ചിരുന്ന സാധനമാണ്. ഇത് പുള്ളി എടുക്കുന്നതാണ്. ഒരു വട്ടം ഋഷി ഇങ്ങനെ ചപ്പാത്തിയിൽ ഇങ്ങനെ തുമ്മുന്നൊരു സീൻ ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഇവൻ തന്നെ ഒരു എന്തോ മുഖം എന്തോ തുടച്ചിട്ട് ഒരു ടിഷ്യൂ വെച്ച് പാത്രം തുടങ്ങിയ സാധനമൊക്കെ ഞാൻ റീലായിട്ട് കണ്ടാണ് കേട്ടോ. ഇതൊക്കെ എത്ര ചർച്ച ചെയ്യപ്പെട്ടു. ഇതൊരു ആണായിരുന്നു ചെയ്തെങ്കിലോ മാസ് BGM കേൾക്കണോ? ഗബ്രി എന്നുള്ള കണ്ടന്റ് മാറ്റി നിർത്തി ജാസ്മിൻ എന്നുള്ള വ്യക്തി അവിടെ കളിച്ചത് വെച്ചിട്ട് അല്ലെങ്കിൽ അവിടെ സംസാരിച്ച രീതി വെച്ചിട്ട് റിയാക്ട് ചെയ്ത് വെച്ചിട്ട് ഇതൊരാണായിരുന്നെങ്കിൽ എത്രത്തോളം കയ്യടി കിട്ടിയെന്ന് നിങ്ങൾ പറയും. ഇപ്പം ജിൻഡോ, അർജുൻ, ടോപ്പ് 5 പിന്നെ ശ്രീധു ഇവർ വിലയിരുത്തുമ്പോഴും പിന്നെ കുറേ പേര് ആദ്യം മുതൽ ഭയങ്കര ഷോ ഓഫ് ആയിരുന്ന റോക്കി, രതീഷ്, ഇങ്ങനെ ഒരുപാട് പേരൊക്കെ പുറത്തുപോയി. ശരിക്കും ഒരു ഫൈനൽ 5ലേക്ക് നിങ്ങൾ ആദ്യം സങ്കല്പിച്ചിരുന്നത് രണ്ടുപേരും ആദ്യം സങ്കല്പിച്ചിരുന്നവരും പിന്നെ ഫൈനൽ 5-ലെത്തിയവരും എന്തായിരുന്നു മനസ്സിൽ? ഫസ്റ്റ് വെച്ച് നമുക്ക് ഒരാളെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ആരെയും അളക്കാൻ പറ്റില്ല. ഇപ്പം ആദ്യത്തെ ഒരാഴ്ച നിന്നതിൽ നിന്നും ഒരുപാട് ഗ്രാഫ് ഉയർന്നവരും ഉണ്ട്, ഒരുപാട് ഗ്രാഫ് താഴ്ന്നവരും ഉണ്ട്. പിന്നെ നമുക്ക് അവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നവരായിരിക്കില്ല പുറത്ത് വൻ സപ്പോർട്ടുള്ള ആൾക്കാർ. ഇപ്പം ഞാൻ വൈൽഡ് കാർഡ് വരുന്നത് വരെ ഇപ്പം ജിൻഡോ ബ്രോയ്ക്ക് അത്രയും സപ്പോർട്ട് ഉണ്ടെന്ന് അവിടെ ഉള്ള ആർക്കും അറിയില്ല. അപ്പം ജിൻഡോ ഈ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം അത്രയും നാൾ എപ്പിസോഡിനകത്തൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത്രയും നാൾ ജിൻഡോ ബ്രോയെ ഒരു വെറുതെ എന്ന് മുദ്ര കുത്തി അല്ലെങ്കിൽ അങ്ങനെ വിട്ടിരുന്നവരുണ്ട്. ആ സമയത്തൊക്കെ ജിൻഡോ ബ്രോ അടുത്ത് മിണ്ടുന്നതും സംസാരിക്കുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പോയി പറയുന്നതും എൻ്റെ കണ്ണിൽ ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ. അതിനെനിക്ക് അവിടുന്ന് കേട്ടിട്ടുമുണ്ട്. അങ്ങനെ ആയിരുന്നു പുള്ളി. കുറേ ഇതൊക്കെ ആയിട്ട് എന്തോ അമ്മയുടെയൊക്കെ കാര്യമൊക്കെ പറഞ്ഞു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളി ഉറങ്ങിയൊക്കെ പോയി. അപ്പം അപ്പോഴൊക്കെ ഞാൻ പോയി അടുത്തിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ഒരു ഹിന്റ് കിട്ടി. ഓൾറെഡി ഇപ്പം എനിക്കും ഗബ്രിക്കും എതിരാണ് അവര്. അതിനുശേഷം ഇവർക്കൊരു ഹിന്റും കൂടെ ആയപ്പോൾ അത്രയും കൂടെ എതിരായി നമുക്ക്. എന്ന് പറഞ്ഞാൽ നമ്മളെ തകർക്കുകയാണെങ്കിൽ നമുക്കെതിരെ നിൽക്കുകയാണെങ്കിൽ പുറത്തൊരു ഹ്യൂജ് സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ഫാൻ ബേസ് ഉണ്ടാവും എന്നുള്ളൊരു ഐഡിയ ആർക്കുണ്ട്, വൈൽഡ് കാർഡ് എൻട്രികൾക്കും ഉണ്ട്. അതുപോലെ തന്നെ അവിടെ വന്ന കണ്ടസ്റ്റൻസിനും ഈ ഐഡിയ ഇവർ കൊടുത്തു കഴിഞ്ഞു. മനഃപൂർവ്വമോ അല്ലാതെയോ ഇവർ ഈ ഒരു സാധനം അവിടെ ഇട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ജിൻഡോ ബ്രോയെ പിന്തുണയ്ക്കുകയാണെങ്കിൽ ജിൻഡോ ബ്രോയുടെ എന്ത് ജിൻഡോ ബ്രോ ചെയ്താലും അതിനെ ഒരു ഇതായിട്ട് എടുക്കുകയാണെങ്കിൽ അതൊരു മാസം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അതൊരു ഫൺ എന്നുള്ള രീതിയിലോ പോത്തുള്ളൂ എന്നുള്ളൊരു സാധനം അവിടെ എന്തായി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അവിടെ ആൾക്കാരുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു.
അപ്പം ഈ ഒരു സാധനം കഴിഞ്ഞപ്പോൾ എന്താ ഈ പറയുന്ന ജിൻഡോ ബ്രോയ്ക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് നമ്മൾ അറിയണം. അതുവരെ നമുക്കറിയില്ല ജിൻഡോ ബ്രോയ്ക്ക് സപ്പോർട്ട് ഉണ്ടെന്ന്. അത് ബേസ് പിന്നെ ഓരോരുത്തരുടെ സ്വഭാവം മാറാൻ തുടങ്ങി, ക്യാരക്ടർ മാറാൻ തുടങ്ങി, അത് മാറാൻ തുടങ്ങി, ഇത് മാറാൻ തുടങ്ങി. ഇപ്പൊ ഫസ്റ്റ് വീക്കിൽ നമ്മൾ കണ്ട ആൾക്കാരെ അല്ല 14ാമത്തെ ആഴ്ചയിൽ നമ്മൾ കണ്ട ആൾക്കാർ. ഗ്രാഫ് കൂടിയും കുറഞ്ഞു വരുന്നു. നമുക്ക് അത് വെച്ചിട്ട് ഇപ്പം ഞാൻ ആദ്യ ആഴ്ചയിൽ ഇന്ന ആൾക്കാരെയാണ് വിചാരിച്ചതെന്ന് പറഞ്ഞാൽ കാര്യമില്ല, പ്രസക്തി ഇല്ല ഇതിന്. എൻ്റെ സങ്കല്പത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് 5 വരാൻ ചാൻസ് ഉള്ളത് ഒന്ന് ജാസ്മിൻ, അപ്സര, ഗബ്രി, അർജുൻ. ജിൻഡോയുടെ ഫസ്റ്റ് ടൈമിൽ എനിക്ക് തോന്നിയിട്ടില്ല, കാരണം അത്ര മീൻസ് പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സിജോ, ഇത്രയും പേരായിരിക്കും ഫസ്റ്റ് 5 വരിക എന്നുള്ളൊരു തോട്ട് എനിക്കുണ്ടായിരുന്നു. ലാസ്റ്റ് ആയപ്പോഴേക്കും നമ്മളിങ്ങനെ ഓരോ വീക്ക് കഴിയുമ്പോഴും ചില ആൾക്കാരുടെ പെർഫോമൻസ് കാണുമ്പോൾ ചില ആൾക്കാർ നമ്മൾ പ്രതീക്ഷിക്കാതെ ഔട്ടായി പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ഔട്ടാവും എന്ന് വിചാരിച്ച ആൾക്കാർ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ എന്താണ് എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ എല്ലാം അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. ആരൊക്കെ നിൽക്കും, ആരൊക്കെ പോകും. ആദ്യ ആഴ്ച നമ്മുടെ നോറ നിന്നതുപോലെയല്ല ഒരു പകുതി എത്തിയപ്പോ നോറ. ആദ്യത്തെ ആഴ്ച നോറ ഭയങ്കര കാമായിട്ട്, അല്ലെങ്കിൽ എന്താ ഏതാന്ന് മനസ്സിലാവാത്ത ഒരു കൺഫ്യൂസിങ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളായിരുന്നു നോറ. അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, അറിയില്ല എന്താണ് സത്യം എന്നുള്ളത്. അപ്പം അങ്ങനെ ആയിരുന്നു. പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോൾ നോറയുടെ ഗ്രാഫ് ഭയങ്കരമായിട്ട് പൊങ്ങി, വീടിനകത്തും പൊങ്ങി, പുറത്തും പൊങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഭയങ്കരമായിട്ട് നോറ ഭയങ്കര ഇതായി. അപ്പം നമ്മൾ ആദ്യ ആഴ്ച നമ്മൾ നോറ ടോപ്പ് 5 വരുമെന്ന് വിചാരിച്ചെങ്കിൽ ഒരു പരിധി എത്തിയപ്പോൾ നമ്മളെല്ലാം പറഞ്ഞു നോറ ഇപ്പം സൂപ്പർ ഫാസ്റ്റ് വിട്ടണക്കാണ് പോകുന്നത്, നോറ ടോപ്പ് 5 എത്താൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് അപ്പം ചിന്തിച്ചു തുടങ്ങി. അപ്പൊ നമുക്കത് തമ്മിൽ പറയാൻ പറ്റില്ല ഇന്നതെന്നൊക്കെ ഉള്ളത്. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു ടോപ്പ് 5 ഇത്ര പേര് വേണം, ഇവരൊക്കെ ഡിസേർവിംഗ് ആണെന്ന് നമുക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം മുതലുള്ള കുറച്ച് പേരുണ്ടല്ലോ, റോക്കി, രതീഷ്, അങ്ങനെയൊക്കെ പുറത്തായി പോയവർ. ഇപ്പോൾ സിജോ തന്നെ ഇടയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഒന്ന് മങ്ങിപ്പോയത്. ഇല്ലെങ്കിൽ അത് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമെന്ന് തോന്നിയിരുന്നു. അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ആരൊക്കെ പേരാണ് നിങ്ങൾ പറയാൻ സാധ്യതയുള്ളത്? അങ്ങനെ ചോദിക്കുവാണെങ്കിൽ നമുക്ക് അറിയത്തില്ല. പക്ഷെ നമ്മുടെ ആഗ്രഹം ഞാൻ പറഞ്ഞുതരാം. ആദ്യമൊക്കെ നമ്മൾ അവിടെ ഗെയിം കളിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് പേരെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റോക്കി. അതിപ്പം എന്ത് ഷെയ്ഡോ ആയിക്കോട്ടെ, റോക്കിയോടെ ഗെയിം കളിച്ചിട്ടുണ്ട്. ആദ്യത്തെ ആഴ്ച ജിൻഡോക്കാക്ക അങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. രതീഷാക്ക എന്ത് ഷെയ്ഡോ ആയിക്കോട്ടെ, പുള്ളി എത്ര ഇത് ഇറിറ്റേറ്റിംഗ് ആയിക്കോട്ടെ, അൺവാണ്ടഡ് ആയിട്ടുള്ള സീനുകളായിക്കോട്ടെ, പക്ഷെ നമുക്ക് തന്നെ തോന്നി തുടങ്ങി ചേട്ടാ ഇതാണോ ഗെയിം. അങ്ങനെ നമ്മളെ പുള്ളി ഇതാക്കി തുടങ്ങി, കുഴപ്പിക്കാൻ തുടങ്ങി. അപ്പം രതീഷാക്ക് അവിടെ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു, ക്രിയേറ്റ് ചെയ്യുന്ന ആയിക്കോട്ടെ അല്ലാതായിക്കോട്ടെ, പക്ഷെ പുള്ളി അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. സിജോ അവിടെ സൈലന്റ് ആയി നിന്ന് നല്ല മാനിപ്പുലേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സിജോ അത് എന്താ പറയാ, നമുക്കിപ്പോൾ അതിനകത്ത് നിൽക്കുമ്പോൾ നമ്മൾ എന്താ മാനിപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ പറയുമെങ്കിലും ഇപ്പം നമ്മൾ ഗെയിമിന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് പറയാം അതൊരു കഴിവാണ്, അതൊരു ഗെയിമാണ്. നമുക്കത് മാനിപ്പുലേറ്റ് ചെയ്ത് ഒരാളെ നമുക്ക് ഇന്നത് ഇപ്പം ഇവള് ചിന്തിച്ചിരിക്കുന്ന സാധനത്തെ ഇവളെ മാനിപ്പുലേറ്റ് ചെയ്ത് വേറൊരു സാധനം ചിന്തിപ്പിക്കുക എന്നുള്ളത് അവിടെ തന്നെ ഗെയിമാണ്, അവരുടെ മിടുക്കാണ്. അപ്പം സിജോയെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഗബ്രി എനിക്ക് തോന്നിയിട്ടുണ്ട്, അപ്സരേച്ചി എനിക്ക് തോന്നിയിട്ടുണ്ട്, അർജുനൊന്നും ആദ്യത്തെ ആഴ്ച എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചധികം ആൾക്കാരുണ്ട്, ഓർമ്മ കിട്ടുന്നില്ല, കുറച്ച് പേര് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ അടിപൊളിയായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട്. അപ്സരേച്ചിയൊക്കെ ആദ്യത്തെ ആഴ്ച തൊട്ടേ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. പെൺപിള്ളേരിൽ വളരെ കുറച്ച് ആൾക്കാരാണ് ആദ്യത്തെ ആഴ്ചയിലൊക്കെ ഗെയിം കളിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്സര എന്നെ തന്നെ പറയുന്നത് ശരിയല്ല, എന്നാലും ഞാൻ പിന്നെ റസ്മിൻ ഒരു പരിധി കഴിഞ്ഞപ്പം റസ്മിനും പൊട്ടാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് പിള്ളേരെ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേ പേര് ഭയങ്കര സൈലന്റ് ആയിരുന്നു. പിന്നെ നമുക്ക് അവിടെ ആക്ട് ചെയ്ത് പിടിച്ചിരിക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എന്താ പറയാ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇത് വെളിപ്പെടുത്തുള്ളൂ. ആ വെളിപ്പെടുന്ന സാധനം പുറത്തു പോയില്ലെങ്കിൽ നമുക്ക് ആക്ട് ചെയ്ത് തന്നെ അവിടെ നിൽക്കാം. റസ്മിന്റെ അഭിപ്രായം കൂടെ പറയും. ഇല്ല, എൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ഇത്ര ആൾക്കാർ ബെസ്റ്റ് ആയിട്ട് തോന്നിയത്. പിന്നെ എനിക്ക് നോറ, ഗബ്രീനെ ഞാൻ പറഞ്ഞില്ലേ, ഗബ്രി, പിന്നെ ആരാണ് ഇപ്പോൾ രതീഷേട്ടനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ മീൻസ് നല്ലപോലെ പുള്ളി പോയിരുന്നെങ്കിൽ എന്തായാലും വരുമായിരുന്നു. പുള്ളി ആദ്യം കുറച്ചൊന്ന് അത്രയും ആദ്യം കയറി കത്താൻ, പുള്ളി ആദ്യം കത്തിയത് ഈ അവസാനം കത്തിയിരുന്നെങ്കിൽ പുള്ളി കയറിപ്പോയി. ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഭയങ്കര ഒരു നെഗറ്റീവ് സാധനമാണ് എല്ലാവർക്കും തന്നിട്ട് പോയത്. അപ്പൊ പുള്ളി പോയപ്പോ എല്ലാവർക്കും ഭയങ്കര ആശ്വാസമായിരുന്നു. സീരിയസ്ലി ഭയങ്കര ആശ്വാസം. നെഗറ്റീവില് പ്രശ്നമില്ല കേട്ടോ, നമ്മൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ആൾക്കാർക്ക് ഇഷ്ടമാണ് ഒരാളുടെ ഈ നെഗറ്റീവ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു സിനിമയ്ക്കാണെങ്കിലും നമ്മളെല്ലാം നമുക്ക് കാണാൻ നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ പുള്ളിയുടെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ പുള്ളി ഭയങ്കര എന്താ, നമ്മൾ കണ്ടിരിക്കുമ്പോൾ നമുക്ക്
ഇങ്ങനൊരു സാധനം വേണ്ട, ഈ പുള്ളി വേണ്ട എന്നുള്ളൊരു സാധനം പുള്ളി അവിടെ ബിൽഡ് ചെയ്തു. അത് എന്താ പുള്ളി കണ്ടന്റ് മേക്ക് ചെയ്യാനാണ് ശ്രമിച്ചത്. പക്ഷെ ആ ഒരു സാധനം വന്നോണ്ടാണ് പുള്ളിയൊക്കെ നിന്ന് പോയേനെ. പറ്റിയിട്ടില്ല, ലൈവ് കണ്ടവരൊക്കെ പറഞ്ഞു. ലൈവല്ല എപ്പിസോഡിലും അത് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ പ്രൊജക്ട് ചെയ്തത്. ആദ്യ ആഴ്ചയിൽ പുള്ളി തന്നെ ഉണ്ടായിരുന്നുള്ളൂ, ഔട്ടാവുന്നത് വരെ ശബ്ദമായിരുന്നു. ജാസ്മിൻ യഥാർത്ഥത്തിൽ എന്താണ് ആക്ച്വലി? ബിഗ് ബോസ് ഒക്കെ വിടൂ, ജാസ്മിൻ അല്ലാതെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ജാസ്മിൻ യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ്. അതായത് ആ ബിഗ് ബോസ് ഹൗസിൽ നിങ്ങൾ എന്താണോ കണ്ട് ആ ജാസ്മിൻ തന്നെയാണ് പുറത്ത്. ഇപ്പം ഞാൻ പുറത്തിറങ്ങിയിട്ട് ഫിനാലെ കഴിഞ്ഞു 1 വീക്ക് ത്രൂ ഔട്ട് നമ്മൾ ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ കണ്ട ജാസ്മിനും എൻ്റെ അകത്ത് കണ്ട ജാസ്മിനും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടുന്നത്, ഇപ്പോൾ ഈവൻ വീട്ടിലുള്ളവരോട് ദേഷ്യപ്പെടുന്നതാണെങ്കിലും എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നതാണ്, എല്ലാം അതിൻ്റെ അകത്ത് എങ്ങനെയാണോ അത് തന്നെയാണ് ജാസ്മിൻ. ഒന്നും വ്യത്യസ്തമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അവളെ സ്വഭാവമാണെങ്കിലും മൂക്കിൻ്റെ കാര്യമാണെങ്കിലും എന്താണെങ്കിലും സെയിം. എല്ലാവരുമായിട്ട് ജാസ്മിൻ മാത്രമല്ലല്ലോ, എല്ലാവരുമായിട്ട് കോണ്ടാക്ട് വെക്കുന്നില്ലേ? ഇടയ്ക്ക് ശ്രീധുവിനോട് തന്നെ ഇഷ്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വേറെ അർത്ഥങ്ങളാണ്. ക്രഷ് അങ്ങ് പോവുമല്ലേ, കുറച്ച് ദിവസം കഴിയുമ്പോൾ ക്രഷ് പോവും, അങ്ങനെയല്ലേ ക്രഷ് വാക്കിന്റെ അർത്ഥം? പോയി. നീ ഉദ്ദേശിച്ച ക്രഷ് എന്താ? അതായത് ഞാൻ ഉദ്ദേശിച്ച ക്രഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരാളെ കാണുമ്പോൾ ഒരു ഭംഗി, അല്ലെങ്കിൽ നമുക്ക് സംസാരിച്ചിരിക്കാൻ തോന്നുന്ന അങ്ങനത്തെ കുറച്ച് എലമെന്റ്സ് ഇല്ലേ, ആ ഒരു രീതിയിലാണ് ഞാൻ ശ്രീധുവിനോട് ഒരു ക്രഷ് എന്നുള്ളത്. ഇവള് ക്രഷ് എന്നുള്ള മീനിങ്ങിന്റെ വാക്ക് മനസ്സിലാക്കേണ്ട പ്രശ്നമാണ്. പിന്നെ നമുക്കൊരു വാക്കിനെ നമുക്ക് വളച്ചൊടിക്കാമല്ലോ. ഇത് ഇപ്പം ഇവള് ശ്രീധുവിനോട്, റസ്മിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ശ്രീധു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് ക്രഷ് എന്ന് പറഞ്ഞ അതിനാണ് ഇവക്ക് നെഗറ്റീവ് വന്നത്. നമുക്ക് സോ വാട്ട് എന്ന് പറയുന്നത് ഇവളെ ആ ഒരു ഇതാണെങ്കിൽ പ്രശ്നമില്ല. ചുമ്മാ നമ്മളെ ഇങ്ങനെ പറയാൻ വേണ്ടി പറയുമല്ലോ, ഇത് കണ്ടോ എന്ന് അങ്ങനെ പറയണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ സോ വാട്ട് അതൊരു കുഴപ്പമില്ല. പക്ഷെ ശരിക്കും എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അൺവാണ്ടഡ് അല്ലായിരുന്നോ? വാണ്ടഡ് ആയിരുന്നു അത്? നിനക്ക് അറിയാത്ത, നിനക്ക് മനസ്സിലാവാതെ അയാളുടെ ഉള്ളിലുള്ളതാണ്. നമുക്ക് എന്തൊക്കെയോ ഇപ്പൊ നീ നിന്റെ എന്തൊക്കെയാണോ ഫീൽ ചെയ്തത് എല്ലാം ചെയ്ത് അത്ര തന്നെ ഉള്ളു. അതായത് നമ്മളിപ്പോ അങ്ങനെ പറയുന്നോണ്ട് അവിടെ എന്താ പ്രശ്നം ഉണ്ടാവുന്ന? എന്താ അവിടെ പ്രശ്നമല്ല, ബാക്കി സൊസൈറ്റി പ്രശ്നം ഉണ്ടാവും. അതാ പറഞ്ഞേ, ഒരു വാക്കിനെ വളച്ചൊടിക്കുന്ന സാധനമാണ് ഇവള് ഉദ്ദേശിച്ച. അല്ല, പുറത്തുള്ളവർ വളച്ചൊടിച്ചു പല രീതിയിൽ പോകും. പക്ഷെ ഉള്ളിൽ അങ്ങനെ തോന്നിയാൽ അത് പറയുന്നിടത്താണ് അയാളുടെ ജെന്യൂനിറ്റി എന്ന് പറയുന്നത്. അതാ വാക്കിന്റെ പ്രശ്നമാണ്. വാക്ക് അങ്ങനെ ഉള്ളൂ, അത്രേ ഉള്ളൂ. അല്ല, അവള് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അതിനെ വളച്ചൊടിച്ച രീതി, അതിന്റെ ആവശ്യം വരുന്നില്ല. എനിക്ക് കുറച്ച് ഉണ്ടായിരുന്നു. അത് അവള് പറഞ്ഞിട്ടുണ്ട് എന്നോട്, അതുകൊണ്ടല്ലേ ഞാനിപ്പോ പറയണേ. അവക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ലടി, അത് ആൾക്കാർ വളച്ചൊടിച്ചു എന്ന് അവൾ എന്നോട് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോ പറയുന്നത്. അത് ആൾക്കാർ വളച്ചൊടിക്കുന്ന ഒരു വാക്കിനെ വളച്ചൊടിക്കുന്ന ഒരു സെൻസ് ആണ് ഞാൻ പറഞ്ഞത്. റസ്മിൻ ഒരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പോൾ ജാസ്മിന് PR വർക്ക് ഇല്ല എന്നുള്ളതായിരുന്നു ജാസ്മിൻ പറഞ്ഞിരുന്നത്. പക്ഷെ റസ്മിൻ ഒരു വീഡിയോയിൽ പറയുന്നതായിട്ട് PR വർക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതായിട്ട് കേട്ടു. ശരിക്കും PR വർക്ക് ഉണ്ടായിരുന്നോ ജാസ്മിൻ? ഇല്ല, അതെന്റെ തെറ്റിദ്ധാരണയായിരുന്നു. കാരണം ഞാൻ ഇറങ്ങിയിട്ട് അധികം ഈ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് എപ്പിസോഡ്സ് ഒന്നും ഇരുന്ന് കണ്ടിട്ടില്ല. പക്ഷെ പല ആൾക്കാരും നമുക്ക് പറഞ്ഞു തരുന്ന കുറെ അറിവുകൾ വെച്ചിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പൊ ജിൻഡോക്ക് ഉള്ള PR വർക്ക് ആണെങ്കിലും വേറെ പല കണ്ടസ്റ്റൻസിന്റെ PR വർക്കിന്റെ കാര്യം, അതുപോലെ തന്നെ ജാസ്മിനും PR വർക്ക് ഉണ്ടെന്നുള്ളത് എന്റെ ഫ്രണ്ട്സ് വഴി പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ജാസ്മിന് ഭയങ്കരമായിട്ട് ഞാൻ ഇറങ്ങുന്ന ടൈമാണ്. അപ്പൊ ഇറങ്ങുമ്പോൾ നമുക്ക് അതിന്റെ അകത്തുള്ള വിവരം വെച്ചിട്ട് ബാക്കിയുള്ളവർ പറയുന്ന ജാസ്മിന് പറ്റേ നെഗറ്റീവ് അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് റീൽസ് ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ജാസ്മിനെ പ്രൊജക്ട് ചെയ്തിട്ടാണ് അങ്ങനെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ആൾക്കാരെല്ലാം പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ വിചാരിച്ചത് ജാസ്മിന് PR വർക്ക് ഉണ്ടെന്ന്. അപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ജിൻഡോന്റെ PR വർക്കിന്റെ ആരൊക്കെ ചോദിച്ചപ്പോൾ ജാസ്മിനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ജാസ്മിന് ഉണ്ടെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ പിന്നീട് ഞാൻ ജാസ്മിൻ ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ടാണ് ഞാൻ കുറെ മനസ്സിലാക്കിയത്. ജാസ്മിന്റെ ഫാൻസ് ആർമി പേജിലുള്ള ആൾക്കാരാണെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കുന്നു. അതിനുശേഷം ജാസ്മിൻ ഇറങ്ങി കഴിഞ്ഞിട്ട് അവരിവിടെ വന്ന് ഒരു ഗൂഗിൾ മീറ്റും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ ഇത്രയും അധികം ആൾക്കാർ ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് ആൾക്കാർ ആ ഗൂഗിൾ മീറ്റിൽ ജാസ്മിനോട് സംസാരിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തു. അതിൽ ഉമ്മമാരുണ്ട്, കുറെ യങ്സ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കുറെ കുട്ടികളുണ്ട്. ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഞാൻ അറിയാതെ പറഞ്ഞു പോയല്ലോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര കുറ്റബോധം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അത് ഇതാ പറഞ്ഞ ബാക്കിയുള്ളവരൊക്കെ നമുക്ക് എന്താണോ പറഞ്ഞു തരുന്നത് അതൊന്നും ഇരുന്ന് അല്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ അവർ ചോദിക്കുമ്പോൾ എനിക്ക് അത് ക്ലിയർ ആയിട്ട് അറിയില്ല എന്ന് പറയണമായിരുന്നു. പക്ഷെ ഞാൻ കേട്ടത് വെച്ചപ്പോൾ ഞാനും മനസ്സിലാക്കി. കാരണം ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇത്ര പ്രൊജക്ട് ചെയ്ത് കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു PR വർക്ക് ഒക്കെ ഉള്ളത് കൊണ്ടാണ്. കാരണം ജിൻഡോ ബ്രോന്റെ ഒക്കെ കാണുമ്പോൾ അതുപോലെ ഞാൻ കമ്പയർ ചെയ്തു.
അപ്പൊ അതെന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക് ആയ അതും ഞങ്ങള് പറഞ്ഞ് കോംപ്ലിമെന്റ് അല്ല ഞാനത് എടുത്തോളൂ ഇവളിങ്ങനെ പറഞ്ഞപ്പോ അല്ല അത് ഞാനത് പറഞ്ഞതിന് ശേഷം ഇവള് വന്നപ്പോ ഞാൻ എടി ഇങ്ങനെ ഒരു സംഭവം എനിക്ക് അങ്ങനെ തോന്നി, ഞാൻ അങ്ങനെ പറഞ്ഞേ, പിന്നെ എന്തുണ്ടെങ്കിലും പറയും, പറഞ്ഞ് അതങ്ങനെ പറഞ്ഞു തീർന്നു. പറഞ്ഞു തീർത്തേ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ PR വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കാശ് കൊടുത്ത് മാത്രമുള്ള PR വർക്ക് എന്നല്ല, നമ്മളെ സ്നേഹിക്കുന്ന അതും ആക്ച്വലി എന്താണ് PR. ഇപ്പം ഞാനിവിടെ ഞാൻ പറഞ്ഞില്ല ഞാൻ കുറച്ച് പേരെ ഇതാക്കിയിട്ടാ വന്നത്. ഇപ്പൊ ഞാൻ ഇവരുടെ താരത്തെ എന്റെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു ഞാൻ പോവാൻ നേരത്തെ ഫാൻ പേജ് ഒക്കെ തുടങ്ങണം കേട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നവര് അവിടെ അപ്പം അത് നമ്മൾ പറയുമല്ലോ. പിന്നെ നമ്മളെ സ്നേഹിക്കുന്നവര് ആക്ച്വലി എനിക്ക് സത്യമായിട്ട് എനിക്ക് ഇപ്പോഴും അറിയാത്തൊരു കാര്യമാണ്, കുറെ PR വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ അവർ നമ്മളോട് തുറന്ന് അവർ തന്നെ നമ്മളോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ജിൻഡോ കാക്കയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പുള്ളി PR വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് കാണുമ്പോൾ ഒബ്വിയസ്ലി പുറത്ത് നിൽക്കുന്ന ഒരാൾ ചിന്തിക്കും കണ്ടു ഇവർക്ക് രണ്ടുപേർക്കും സെയിം ആയിട്ടാണ് എന്താണ് ഇത്രയും ഈ കാര്യങ്ങൾ വരുന്നത്, അപ്പൊ ഈ കൊച്ചിനും PR വർക്ക് കാണുമെന്ന് ചിന്തിക്കും. നമ്മൾ ഒരു പോലും മുടക്കിയിട്ടില്ലെന്ന് നമുക്കേ അറിയത്തുള്ളൂ, മുടക്കാം നമുക്കതിന് കാശില്ല വേറെ സത്യം. പക്ഷെ അത്ര ആൾക്കാർ നമ്മളെ സ്നേഹിക്കാനുണ്ട് എന്നുള്ളത് എന്താ എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. കാരണം ഞാൻ അകത്ത് വെച്ച് വിചാരിച്ചു എന്തോ ഉള്ള പടച്ചനെ പുറത്തിറങ്ങുമ്പോ എന്നെ തീപ്പന്തമായിട്ട് കത്തിക്കാൻ ആളെ വെക്കുന്നു വെട്ടിക്കീറ ആളെ വെക്കുന്നത് ഞാൻ വിചാരിച്ചു. അപ്പൊ പുറത്തിറങ്ങുമ്പോ ഞാൻ ഫോൺ എടുക്കുമ്പോഴേ നെഗറ്റീവ് ഒരു സൈഡ്, പക്ഷെ ഞാൻ കാണുന്ന റീൽസ് ആണെങ്കിലും ഇതാണെങ്കിലും മൊത്തം കുറെ എന്ന് പറഞ്ഞാൽ ഞാൻ പോലും ചിന്തിക്കാത്ത സാധനങ്ങളിൽ കുറെ സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് ഇങ്ങനെയൊക്കെ ഇടുന്നതാ. അപ്പം പുറത്തുനിന്ന് ചിന്ത വരാം, അതുകൊണ്ട് അതിൽ തെറ്റൊന്നുമില്ല. ഇപ്പൊ ഇവള് പറഞ്ഞതിലായാലും അവള് ചിന്തിച്ചിട്ടുള്ള തെറ്റൊന്നുമില്ല. റസ്മിൻ അപ്പൊ ഓക്കെ, നമ്മളോട് ജോയിൻ ചെയ്തതിന് ഭയങ്കര താങ്ക്സ് ഉണ്ട്. കാണണം. ഈ ശ്രീതു അർജുൻ കോംബോ ഇടയ്ക്ക് നല്ല വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അത്തരം ചില കണ്ടന്റ്സ് എല്ലാ ബിഗ് ബോസിലും ഉണ്ടാവാറുണ്ട്. അത്തരം കണ്ടന്റ്സ് ഒരു സുഖകരമായ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരും ശ്രമിക്കുന്നുണ്ടാവാം. അവരുടെ ഒരു കോംബോയും അവരുടെ ആ പോക്കും പിന്നെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിലല്ല അത് പോയത് എന്നൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും അതിനകത്ത് എന്താണ് അവരെ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? ജാസ്മിൻ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? അർജുനെയും ശ്രീതുവിനെ ഞാനത് ഈ പുറത്ത് പറയുന്ന ഈ കോംബോ എന്നൊരു വേർഡ് പോലും ഞാൻ അവരെ നോക്കി കാണുന്നില്ല. ഞാൻ അവരെ നോക്കി കാണുന്നതെന്ന് പറഞ്ഞാൽ അർജുൻ ശ്രീതു അവർ തമ്മിലുണ്ടാവുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഇപ്പൊ അതിനകത്ത് വന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അത് നമ്മുടെ ഒരു സീസണിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അതിനകത്ത് ഭയങ്കര ഒറിജിനൽ ആയിരുന്നു. അപ്പൊ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവർ തന്നെ മുമ്പേ പറയും നമുക്ക് ഇങ്ങനെ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്താലോ എന്ന് പറഞ്ഞ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഈ അർജുൻ ശ്രീതു ഞാൻ കണ്ടതിൽ വെച്ച് ഇവരൊരു ക്രിയേറ്റ് ചെയ്തതോ ഒന്നുമല്ല, അത് ഓട്ടോമാറ്റിക്കലി അവർ തമ്മിൽ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൈ കൊടുക്കുന്നത് അവർ തമ്മിൽ നാച്ചുറൽ ആയിട്ട് വന്നൊരു സാധനം. അതിപ്പോ ഈ അകത്തു നിന്നായാലും പുറത്തു നിന്നായാലും എന്റെ മനസ്സിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് ഇവർ തമ്മിലുള്ള ബോണ്ട് എന്താണെന്ന് അറിയാം. ഇപ്പൊ ഈ പുറത്ത് പറയുന്ന പലതും അല്ലെന്നും എനിക്കറിയാം, എന്നാൽ അവർ തമ്മിൽ ഭയങ്കര ഒരു സ്നേഹബന്ധം ഉണ്ടെന്നും എനിക്കറിയാം. അതിനകത്ത് ഞാൻ ഈ കോംബോ എന്ന് പറഞ്ഞ് വിലയിരുത്താൻ എനിക്ക് തീരെ താല്പര്യമില്ല. കാരണം അവർ തമ്മിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാ, എന്നും അങ്ങനെ നിലനിൽക്കട്ടെ. ജാസ്മിൻ ശരിക്കും ജെനുവിൻ ആയിട്ടാണ് അതിനകത്ത് ബിഹേവ് ചെയ്യുന്നതാണ് പൊതു അഭിപ്രായം. ജാസ്മിൻ അതിനു മുമ്പ് ബിഗ് ബോസ് കണ്ടിട്ടുള്ള ഒരാളാണ്. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ നിൽക്കണം, എന്തായിരുന്നു ജാസ്മിൻ അകത്ത് പോകുമ്പോഴും ഇല്ലെങ്കിൽ അകത്ത് പോയിട്ട് ഒരുപാട് കൺഫ്യൂഷൻ സ്റ്റേജസ് വരുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഇങ്ങനെ നിന്നാൽ മതി എന്ന് തീരുമാനിക്കുന്നത് ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ പോയത് എന്തുകൊണ്ടാണ്? ബിഗ് ബോസ് ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സീസൺ 1 തൊട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. കാരണം എൻ്റെ കൊച്ചിലെ എൻ്റെ ഒരു +1 +2 സമയത്തൊക്കെയാണ് ഞാൻ സീസൺ 1 കാണുന്നത്. പിന്നെ ഞാൻ അങ്ങോട്ട് തുടർച്ചയായിട്ടുള്ള ബിഗ് ബോസുകളൊന്നും എല്ലാം കണ്ടിട്ടുള്ള ഒരാളല്ല. നമ്മൾ ക്ലിപ്പ് ബൈറ്റ്സ് കാണുക, എന്നാലും ഏറെക്കുറെ അറിയാം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടല്ലോ, അതായിരുന്നു എനിക്ക്. പിന്നെ നമുക്കറിയാം ബിഗ് ബോസ് എന്താണ്, അല്ലെങ്കിൽ അതിനകത്ത് എന്താണ്, അതിനകത്ത് എന്ത് നടന്നാൽ പുറത്ത് ഇങ്ങനെയൊക്കെ വരുമെന്നുള്ള ഏകദേശ ഐഡിയ നമുക്കുണ്ട്. എന്നാലും നമുക്ക് അറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഗാലറിയിൽ ഇരുന്നേ കളി കാണുന്നുള്ളൂ, നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നില്ല. നമുക്ക് പുറത്തിരുന്ന അഭിപ്രായങ്ങൾ നോക്കാനും ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണെന്ന് പറയാനും എളുപ്പമാണ്. പക്ഷേ നമ്മൾ അതിനകത്ത് ഇറങ്ങുമ്പോഴാണ് എന്താണ് ശരിക്കും അവിടെ ഉള്ളത്, എന്തൊക്കെയാണ് ശരിക്കും പുറത്ത് വിടുന്നതെന്ന്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ജനങ്ങൾ അതിനെ വിലയിരുത്തുന്നതെന്നൊക്കെ നമുക്ക് പിന്നെ മനസ്സിലാകത്തുള്ളൂ. ഞാനിപ്പോൾ അതിനകത്ത് ഇറങ്ങിയപ്പോഴേ എനിക്ക് അറിയത്തുള്ളൂ ശരിക്കും എന്താണ് ബിഗ് ബോസിനകത്ത് ഉള്ളതെല്ലാം പുറത്ത് വരുന്നുണ്ടോ, ഇല്ല പാതിയെ വരുന്നുള്ളൂ, കാൽഭാഗമേ വരുന്നുള്ളൂ, ഇല്ല അവർക്ക് കാണിക്കാൻ താല്പര്യമുള്ളതാണോ വരുന്നത് എന്നൊക്കെ ഞാൻ പിന്നെയാണ് അറിയുന്നത്. പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്നോ ഇഷ്ടപ്പെടുന്നില്ലേ, അല്ലെങ്കിൽ വെറുക്കുന്നുണ്ടോ വെറുക്കുന്നില്ലേ, അതൊക്കെ സെക്കൻഡ് മാറ്ററാണ്. ബട്ട് ഞാൻ എന്താണോ ഞാൻ അതായിരുന്നു അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഞാൻ ഫേക്ക് ചെയ്തിട്ടില്ല. ഷോയ്ക്കകത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നാട്ടിലേക്ക് വരുമ്പോൾ ആണ് ശരിക്കും ഇതിന്റെ പിക്ചർ എന്താണെന്ന് മനസ്സിലാവുക എല്ലാവർക്കും. ജാസ്മിൻ എന്തായിരുന്നു ഇല്ലെങ്കിൽ ജാസ്മിൻ എന്താണ് നമ്മുടെയൊക്കെ മനസ്സിലെന്നുള്ളത് ജാസ്മിൻ മനസ്സിലാക്കിയെടുത്തോ?
എനിക്ക് അകത്തുണ്ടായിരുന്ന സമയത്ത് എന്താ ഈ വൈൽഡ് കാർഡ് വന്നില്ലേ, ആ ഒരു സമയത്ത് എനിക്ക് ഏകദേശം ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പം വൈൽഡ് കാർഡായിട്ട് വന്ന കണ്ടസ്റ്റൻസ് ആയാലും നമ്മളോട് ബിഹേവ് ചെയ്യുന്ന ഒരു രീതി. ഇപ്പം നമുക്ക് അവിടെ ഫസ്റ്റ് തന്നെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, നിങ്ങൾ ഓരോരുത്തരെ പറ്റി പറയാന്നുള്ളത്. ഏറ്റവും കൂതറായിട്ട് പറഞ്ഞതിനെ പറ്റിയിട്ടാണ്. അപ്പം നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടുമല്ലോ, കുറച്ചൊരു ഇങ്ങനെ ആയിരിക്കും എന്നാൽ പുറത്ത്, അല്ലെങ്കിൽ ഇതായിരിക്കും എന്നുള്ളത്. പിന്നെ അവർ തന്നെ നമ്മളോട് പറയുന്നുണ്ട് ജാസ്മിൻ അങ്ങേയറ്റം ഹെയ്റ്റ് ആണ്. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് വേണ്ടി സംസാരിക്കാൻ നിന്നാലും അവർ പറയാറുണ്ട് ജാസ്മിൻ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ട, ജാസ്മിൻ സംസാരിച്ചാൽ ഞങ്ങളും കൂടെ മോശപ്പെട്ടു പോത്തേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ അവർ പറയാറുണ്ട്. അപ്പോഴും ഞാൻ അന്നും അവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, കാറ്റ് ഒരു വശത്തോട്ട് മാത്രം വീശില്ല, തിരിഞ്ഞും മറിഞ്ഞും വീശും, അത് വീശേണ്ട സമയമാകുമ്പോൾ വീശും. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടെ എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഹെയ്റ്റ്. നമുക്ക് ഇപ്പം ഇതിൻ്റെ പുറത്ത് ഇറങ്ങുമ്പോൾ അതിനകത്ത് നിൽക്കുമ്പോൾ എനിക്ക് അപ്പോഴും അറിയില്ല എന്തുകൊണ്ടാണ് ഇത്രയും ഹേറ്റ് എന്ന്. അപ്പം ഇപ്പം ഞാൻ പുറത്ത് ഇറങ്ങിയപ്പോൾ കുറേ പേര് ഇപ്പോഴും എനിക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് ഹേറ്റ് എന്ന്. അപ്പോഴും എനിക്ക് ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കാണുന്നത് വെച്ചിട്ടാണ് ആൾക്കാർ ഹേറ്റ് ചെയ്യുന്നത്. കാണാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഇവർ കാണാൻ അറിയുന്നില്ലെന്നല്ല, അവർ കാണുന്നില്ല, കാണിക്കുന്നതല്ലേ ജനങ്ങൾ കാണത്തുള്ളൂ. സോ അങ്ങനെ. ജാസ്മിൻ ആദ്യം മുതൽ തന്നെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെമ്പർ ആയിരുന്നു. ഇപ്പോൾ റോക്കി എന്ന് പറയുന്ന നമ്മൾ കിടിലമായിട്ട് ചിത്രീകരിച്ച ഒരാൾ അതിനകത്ത് നിന്ന് സംസാരിക്കുന്ന സമയം മുതൽ ജാസ്മിൻ ഇടപെട്ട് തുടങ്ങിയതാ. അന്ന് മുതൽ ജാസ്മിനെ ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങി, ഇടപെടുന്ന ഒരാളാണെന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങി. അത് എൻ്റെ ഒരു തുടർന്നു എന്നുള്ളതാണ് ജാസ്മിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത്. ഇത് ബിഗ് ബോസ് കണ്ടതിൻ്റെ ഒരു ധാരണയാണോ, അതേ ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു ബോധമുണ്ടോ ചില കാര്യങ്ങൾക്ക് നമുക്ക് പ്രതികരിക്കണമെന്ന്? എന്തുകൊണ്ടാണ് അങ്ങനെ തന്നെ പ്രതികരിച്ചത്? അതൊരു ഗെയിമാണെന്ന് കോൺഷ്യസ്നെസ്സോടുകൂടി ചെയ്തതാണോ? അല്ലല്ല, അങ്ങനൊന്നുമില്ല. എനിക്ക് പണ്ട് തൊട്ടേ പണ്ട് മാമ എൻ്റെ അടുത്ത് പറയായിരുന്നു, വഴി കൂടെ പോകുന്ന വള്ളി ഏണി വെച്ച് എത്തിക്കറിയാൻ പിടിക്കും എന്നുള്ളത്. അത് ഇപ്പൊ എന്റെ കേസെന്ന് മാത്രമല്ല, ഇപ്പൊ എന്റെ അടുത്ത ഫ്രണ്ട്സ് ആണെങ്കിലും എന്തെങ്കിലും വള്ളി ഉണ്ടെങ്കിൽ അതിൽ കയറി പിടിച്ച് ലാസ്റ്റ് ആ വള്ളി എന്റെ തലയിൽ വരുന്ന ഒരു സിറ്റുവേഷനിലേ വന്ന് എത്താറുള്ളൂ. അത് പണ്ട് തൊട്ടേ എനിക്ക് ആ സ്വഭാവം ഉള്ളതാ. അല്ലാതെ ഇതിനു വേണ്ടി ഞാനൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഒരു സാധനവും ഈ പറയുന്ന പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അടിയാണെങ്കിലും വഴക്കാണെങ്കിലും ഒന്നും ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തൊരു സാധനമല്ല. ഞാൻ അങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ്. ആ ദേഷ്യവും ഇതൊക്കെ എനിക്കുള്ളതാണ്. പലർക്കും അത് പ്രശ്നമായിരിക്കും, പക്ഷെ അത് ഞാനാണ്, എന്ത് ചെയ്യാൻ പറ്റും, ഞാനിങ്ങനെ ആയിപ്പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഒരു തിരക്കുള്ള ടൈമിലേക്ക് പോവുകയാണ്. അത്യാവശ്യം ഷോസ് ഒക്കെ ആൾക്കാർ വിളിക്കുകയോ എന്തെങ്കിലും ചാൻസ് ഒക്കെ വിളിക്കുകയൊക്കെ ചെയ്തോ? സിനിമ വരുന്നുണ്ടോ? ഇതൊക്കെയാണ് ചോദ്യം. സിനിമയൊക്കെ വരട്ടെ, എന്തെങ്കിലുമൊക്കെ കൺഫേം ഒക്കെ ആകുമ്പോൾ പറയാം. ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നും ഞാൻ പറയുന്നില്ല. ജാസ്മിൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ ചെറിയൊരു ലീഡ് കൊടുക്കാമല്ലോ. ആവട്ടെ, ആവുന്നതിന് മുമ്പ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇത്രയും ഫൈറ്റ് ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഉള്ളിലേക്ക് പോയാൽ എങ്ങനെയായിരിക്കും ഫൈറ്റ് ചെയ്യുക, ഫൈറ്റിംഗ് സ്പിരിറ്റ് എങ്ങനെയായിരിക്കും കാണിക്കുക എന്ന് തോന്നില്ലേ? നിങ്ങളെ പോലെ ഒന്നും പറ്റില്ല കേട്ടോ. അതുകൊണ്ട് അതങ്ങനെ പിടിച്ചു നിന്നതിന് എന്താ പറയുക, നമ്മളെയൊക്കെ ഒരു മാതൃക കാണിച്ചതിന് നന്ദിയുണ്ട്. സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെയേറെ നന്ദി. താങ്ക് യു.